ഹായ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എവിടേക്കാണെന്ന് ചോദിച്ചാൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രശസ്ത ക്ഷേത്രത്തിലേക്കാണ്. മറ്റെവിടേക്കുമല്ല, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്ക്. ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ദാ ഇവിടെ നിന്നാണ്. പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും. പുനലൂരിൽ നിന്നും ഏകദേശം 19.7 കിലോമീറ്ററാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. 28 രൂപയാണ് ബസ് ചാർജ് വരുന്നത്. KSRTC ബസ്സിലാകുമ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങാൻ സാധിക്കും. അപ്പം ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിൽ പോലും ഗണപതി ഒരു ചെറിയ ദേവതയായിരിക്കെ ഗണപതിയുടെ പേരിലാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത്. കൊട്ടാരക്കര ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കൊട്ടാരക്കര ഉണ്ണിയപ്പമാണല്ലേ. ഇത് തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് നമുക്ക് പറയാൻ പറ്റും. അമ്പലപ്പുഴക്കാർക്ക് അമ്പലപ്പുഴ പാൽപ്പായസം എത്ര പ്രാധാന്യമുള്ളതാണെന്ന് വെച്ചാൽ അതേപോലെ തന്നെയാണ് കൊട്ടാരക്കരക്കാർക്ക് കൊട്ടാരക്കര ഉണ്ണിയപ്പം. അങ്ങനെ ഏകദേശം 39 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ വലിയൊരു ചിറയാണ് മനസ്സിൽ ഓടിയെത്തുക. ക്ഷേത്രത്തിന് മുന്നിലെത്തുമ്പോൾ തന്നെ ഒരു ആനയുടെ സ്മാരകം നമുക്ക് കാണാൻ പറ്റും. ഈ ആന മറ്റാരുമല്ല, കൊട്ടാരക്കരക്കാരുടെ പ്രിയപ്പെട്ട ആനയായിരുന്ന കൃഷ്ണൻകുട്ടിയാണ്. കൊട്ടാരക്കര കൃഷ്ണൻകുട്ടി. കൊട്ടാരക്കരയ്ക്ക് ചുറ്റുമുള്ള എല്ലാ ഉത്സവങ്ങളിലും കൃഷ്ണൻകുട്ടിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്നിരുന്നാൽ ദൈവഭക്തനായ ആനയുടെ വിയോഗം കൊട്ടാരക്കരക്കാരുടെയും പരിസര പ്രദേശത്തെ ആളുകളുടെ മനസ്സിൽ നിറയെ ദുഃഖം നിറച്ചു. ആ ഒരു ആനയുടെ സ്മാരകം ദേവസ്വം ബോർഡും നാട്ടുകാരും ചേർന്നാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഗണപതിക്ക് ഏറെ പ്രിയപ്പെട്ട നൈവേദ്യമായിട്ടുള്ള ഉണ്ണിയപ്പം ശ്രീകോവിലിന് മുന്നിലാണ് ഉണ്ടാക്കുന്നത്. ശ്രീകോവിൽ തുറന്നതിന് ശേഷം മാത്രമാണ് ഈ ഉണ്ണിയപ്പത്തിനുള്ള തീ കത്തിക്കുന്നത്. പച്ചയരി, ശർക്കര, കദളിപ്പഴം, പഞ്ചസാര, ഗണപതിയുടെ പ്രിയപ്പെട്ട നെയ്യ് എന്നിവയാണ് കൊട്ടാരക്കരയുടെ പ്രശസ്തമായിട്ടുള്ള ഈ ഉണ്ണിയപ്പത്തിലെ ചേരുവകൾ. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ കുളത്തിലേക്കെത്തി. കുളത്തിലെ മീനുകളുമായിട്ട് കുറച്ചു നേരം സല്ലപിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇവിടെ എത്തുമ്പോൾ എന്താണെന്നറിയില്ല, വളരെ ശാന്തമായിട്ടൊരു അന്തരീക്ഷം കൊണ്ടാണോ എന്തോ നമ്മുടെ മനസ്സിന് വളരെ ശാന്തിയും സമാധാനവും ലഭിക്കുകയുണ്ട്. എന്തായാലും നിങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുക. നേരെ തിരിച്ച് ഞങ്ങൾ പുനലൂരേക്കുള്ള ബസ് പിടിക്കുകയും വീട്ടിലെത്തുകയും ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.